രാജ്യത്തെ നടുക്കി വിമാന ദുരന്തം. ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ ബോയിംഗ് 787 വിമാനം തകർന്നു വീണു. വിമാനത്തിലുണ്ടായിരുന്ന 242 പേരും മരിച്ചു. അപകടത്തെക്കുറിച്ച് വ്യോമയാന മന്ത്രാലയം അന്വേഷണം തുടങ്ങി. ഡൽഹിയിൽ നിന്ന് ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി അവിടെ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ ബോയിംഗ് 787-8 വിമാനമാണ് ജനവാസ മേഖലയിൽ തകർന്നു വീണത്. ഉച്ചയ്ക്ക് 1:38 ടേക്ക് ഓഫ് ചെയ്ത് മിനിറ്റുകൾക്കകം വിമാനം തകരാറിലായി ഇടിച്ചിറങ്ങി കത്തുകയായിരുന്നു. BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയത്. വിമാനത്തിൽ 230 യാത്രക്കാരും 12 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 169 പേർ ഇന്ത്യക്കാരും മറ്റുള്ളവർ വിദേശ പൗരന്മാരുമാണ്. തകർന്നു വീണ വിമാനത്തിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോൾ ടവറിലേക്ക് മെയ്ഡേ സന്ദേശം ലഭിച്ചുവെന്ന് അധികൃതർ അറിയിച്ചു. വിമാനം തകരുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് അടിയന്തര സാഹചര്യങ്ങളിൽ പൈലറ്റുമാർ നൽകുന്നതാണ് മെയ്ഡേ സന്ദേശം. എന്നാൽ വിമാനത്തിലേക്ക് എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് തിരികെ ബന്ധപ്പെടാനായില്ല എന്ന് സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. മറുപടി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ വിമാനം തകർന്നിട്ടുണ്ടാകാമെന്നാണ് അനുമാനം. അപകട കാരണം കണ്ടെത്താൻ DGCA അന്വേഷണം തുടങ്ങി. വിമാന ദുരന്തത്തിന് പിന്നാലെ അഹമ്മദാബാദ് വിമാനത്താവളം അടച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത TV.